ഈ ജിഹാദി കൂട്ടങ്ങൾ അദ്ദേഹത്തെ ബോംബെറിഞ്ഞ് കൊല്ലില്ല എന്നാണ് ഉറപ്പ്. കടുത്ത അസഹിഷ്ണുതയാണ് ഇന്ന് ബോംബിൻ്റെ രൂപത്തിൽ അവിടെ പൊട്ടിച്ചിതറിയത്. എന്നാൽ പോലീസിന് അത് കേൾക്കാൻ കഴിഞ്ഞില്ല, സൈബർ പോലീസിന് അത് കാണാനും കഴിഞ്ഞില്ല. നാടൻ ബോംബ് വർഷത്തോടുകൂടി ഇതര രാഷ്ട്രീയക്കാർക്ക് അവരുടെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് പറയാൻ കഴിയില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ നിൽക്കുന്നത്. ജയിച്ച് മണിക്കൂറുകൾ കഴിയുന്നതിന് മുമ്പ് ഒരു ബോംബ് പൊട്ടി കെ സുരേന്ദ്രൻ്റെ ഫ്ലക്സ് ബോർഡ് ഒരു നാടൻ ബോംബ് വെച്ച് തകർക്കുന്ന ദൃശ്യങ്ങളാണ് ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടത്. എല്ലാ ചാനലുകളും അത് വാർത്തയാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാൽ വളരെ കുറച്ച് ചാനലുകളാണ് അതിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്ന് എനിക്ക് തോന്നി. എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? ഇലക്ഷന് ജയവും തോൽവിയും എല്ലാമുണ്ട്. ഇത്ര അസഹിഷ്ണുത പാടില്ല. അവരുടെ കടുത്ത അസഹിഷ്ണുതയാണ് ഇന്ന് ബോംബിൻ്റെ രൂപത്തിൽ അവിടെ പൊട്ടിച്ചിതറിയത്. ഒരു വെറും ഫ്ലക്സ് അല്ല, അത് മഞ്ചേശ്വരത്തെ ജനങ്ങളോട് നിങ്ങൾ ചെയ്ത, അല്ലെങ്കിൽ മഞ്ചേശ്വരത്തെ ജനങ്ങളെയാണ് നിങ്ങളിന്ന് ബോംബ് വെച്ച് തകർത്തത്. അത് കെ സുരേന്ദ്രൻ്റെ ഫ്ലക്സിനെ അല്ല. ഇനി നമുക്ക് ഇതിൻ്റെ പിന്നാമ്പുറത്തിലേക്കൊന്ന് പോകാം. BJP കെ സുരേന്ദ്രനെ മഞ്ചേശ്വരത്ത് സ്ഥാനാർത്ഥിയായി നിശ്ചയിക്കുന്നു. അതിൽ തെറ്റൊന്നുമില്ല. കെ സുരേന്ദ്രൻ 2 തവണ നിന്ന് തൻ്റെ കഴിവ് അവിടെ തെളിയിച്ച ഒരു വ്യക്തി കൂടിയാണ്. കെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടനുബന്ധിച്ച് CPMൻ്റെ സ്ഥാനാർത്ഥി അവിടെ പ്രഖ്യാപിക്കുവാനുള്ള ശ്രമം നടത്തുന്നു. DYFIൻ്റെ നേതാവും ജില്ലാ പഞ്ചായത്ത് വൈസ് ചെയർമാൻ കൂടിയായ ഷാനവാസ് പാദൂറിനെ CPM അവിടെ സ്ഥാനാർത്ഥിത്വത്തിലേക്ക് നിശ്ചയിക്കുന്നു. അവിടെ UDFൻ്റെ ലീഗിൻ്റെ അഷറഫിനെ അവർ നിശ്ചയിക്കുന്നു. പെട്ടെന്ന് തന്നെ ലീഗിന് ഒരു ചിന്ത വരികയാണ്. 2 മുസ്ലിം സ്ഥാനാർത്ഥികൾ, അവരുടെ ഈ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ സ്പ്ലിറ്റായി പോകും. ഉറപ്പായും കെ സുരേന്ദ്രൻ അവിടെ വിജയിക്കും. ഇത് അവരെ വല്ലാതെ വേദനിപ്പിച്ചു. അപ്പോൾ അതിന് കണ്ട ഒരു ബുദ്ധിപരമായ നീക്കം CPMൻ്റെ പ്രാദേശിക നേതൃത്വത്തിനെ, ജില്ലാ നേതൃത്വത്തിനെ, സംസ്ഥാന നേതൃത്വത്തിനെ അവർ രഹസ്യമായി കാണുന്നു. അവരുടെ ആശങ്ക പങ്കുവയ്ക്കുന്നു. ഉറപ്പായും BJP വരരുത് എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന CPM അവരുടെ ആ ഉറപ്പിൽ വിശ്വസിച്ചു. ഉടൻ തന്നെ അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ തീരുമാനിക്കുന്നു. ഇത് അന്ന് വലിയ ചർച്ചയായ വിഷയം കൂടിയാണ്. ഷാനവാസ് പാദൂറിനെ അവർ പിൻവലിക്കാൻ നിശ്ചയിക്കുന്നു. പകരം ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ അവിടെ അവർ കൊണ്ടുവരുന്നു. അപ്പോൾ തന്നെ DYFIയുടെ നേതാക്കൾ അവർ ജില്ലയിലേക്കും സ്റ്റേറ്റിലേക്കും പരാതികൾ അയച്ചു. പരാതികൾ രേഖാമൂലം കൊടുത്തു. അപ്പോൾ ഉടൻ തന്നെ അതിനൊരു സമവായം എന്നുള്ള രീതിയിൽ ഷാനവാസ് പാദൂറിനെ കാസർഗോഡേക്ക് ഒരു സ്ഥാനാർത്ഥിത്വം കൊടുത്ത് തൃപ്തിപ്പെടുത്തുന്നു. ഇവിടെ നോക്കണം, 2 പേർ രഹസ്യ അജണ്ടയിൽ, അത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ അവരിലേക്ക് വോട്ട് സമാഹരിക്കാമെന്ന് ലീഗ് ചിന്തിക്കുമ്പോൾ ഇവിടെ എത്തരത്തിൽ BJP വരരുത് എന്ന് CPM തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു കളി മഞ്ചേശ്വരത്ത് നടന്നത്. അപ്പോൾ അവരുടെ ബാന്ധവം തുടരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് പിന്നിലേക്ക് പോകാം. 2016 അവിടെ LDFന് CPMന് 42,000 മുകളിൽ വോട്ടുകൾ അവർ സമാഹരിച്ചു. അതുപോലെ തന്നെ 2021 ഏകദേശം 40,600 അത്രയും വോട്ടുകൾ അവർ വീണ്ടും സമാഹരിച്ചു. എന്നാൽ ഇപ്പോൾ 2026 വെറും 21,204 വോട്ടുകളാണ് അവർ സമാഹരിച്ചത്. ബാക്കി 20,000 വോട്ടുകൾ, 19,000 ചില്ലറ വോട്ടുകൾ എങ്ങോട്ടാണ് പോയത്? ചിന്തിക്കണം. അത് കേഡർ വോട്ടുകളാണ്, അതായത് പാർട്ടി വോട്ടുകൾ തന്നെയാണ്. ആ വോട്ടുകൾ നേരെ പോയത് ലീഗിലേക്കാണ്. മഞ്ചേശ്വരത്തെ സാധാരണക്കാരൻ്റെ വോട്ടാണ് 21,212 വോട്ടുകളാണ് CPMനോട് കിട്ടിയത്. ബാക്കി കേഡർ വോട്ടുകളെല്ലാം പോയത് ലീഗിലേക്കാണ്. അപ്പോൾ മനഃപൂർവ്വം കെ സുരേന്ദ്രനെ തോൽപ്പിക്കുക, NDA അവിടെ വരാതിരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ് അവർക്കുണ്ടായിരുന്നത്. 2012 വെറും 89 വോട്ടിനാണ് കെ സുരേന്ദ്രൻ അവിടെ പരാജയം ഏറ്റുവാങ്ങിയത്.
അതൊരു പരാജയം എന്ന് പറയാൻ കഴിയില്ല. 2021 845 വോട്ടുകൾക്കാണ് അദ്ദേഹം പരാജയം ഏറ്റുവാങ്ങിയത്. അപ്പം ഉറപ്പായും ലീഗിനറിയാം കെ സുരേന്ദ്രൻ മഞ്ചേശ്വരം, കെ സുരേന്ദ്രൻ്റെ ഭാഗത്തേക്കാണ് മഞ്ചേശ്വരത്തിൻ്റെ യാത്ര എന്നവർ മനസ്സിലാക്കിയാണ് ഇത്തരത്തിലുള്ളൊരു ബാന്ധവം ഉണ്ടാക്കിയത്. 89 വോട്ടുകൾ നേടിയ കെ സുരേന്ദ്രൻ ഇലക്ഷൻ കമ്മീഷന് പരാതിപ്പെടുകയും ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ അന്വേഷണം വന്നപ്പോൾ അന്വേഷണത്തിൽ തെളിഞ്ഞതാണ് മരണപ്പെട്ടവർ പോലും വന്ന് അവിടെ വോട്ട് ചെയ്തിരിക്കുന്നു. എത്തരത്തിലാണ് ഇവർ കള്ളവോട്ടുകൾ ചെയ്ത് ആ മനുഷ്യനെ തോൽപ്പിച്ചതെന്ന്. എന്നാൽ ഇവിടെ CPM-ഉം ലീഗും ഉണ്ടാക്കിയ ഗിവ് ആൻഡ് ടേക്ക് പോളിസി, അത് ഗീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അങ്ങോട്ട് തിരിച്ചില്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഈ കേരളത്തിൻ്റെ പല ഭാഗത്തും BJP എവിടെയൊക്കെ ശക്തമായി നിൽക്കുന്നുവോ, എവിടെയൊക്കെ ശക്തമായി കാണുന്നുവോ അവിടെയൊക്കെ തോൽപ്പിക്കുവാനായി ഇവരൊരു ബാന്ധവം ഉണ്ടാക്കി. ഗിവ് ആൻഡ് ടേക്ക് പോളിസിയായിരുന്നു, പക്ഷേ ഗീവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ടേക്കില്ലായിരുന്നു. കാര്യം CPM അങ്ങോട്ട് മാത്രം വോട്ട് ചെയ്തു, തിരിച്ച് CPM-ന് അവർ UDF വോട്ട് ചെയ്തില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ അവരെ തുടച്ചു നീക്കുന്ന രീതിയിലേക്ക് ഈ ഇലക്ഷൻ പോയത്. BJP കേരളത്തിലേക്ക് വരാതിരിക്കാൻ ഇവർ ഒരുക്കിയ ബാന്ധവത്തിൽ പെട്ടത് CPM-ആണ്. ഇന്ന് കേരള ജനത അവർക്ക് മറുപടി കൊടുത്തിരിക്കുകയാണ്. അതുമാത്രമല്ല, കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി ഇവരുടെ ഭരണ മികവ് കണ്ട് മനുഷ്യൻ പൊറുതുമുട്ടി ദാരിദ്ര്യത്തിൻ്റെ അങ്ങറ്റത്തിലേക്ക് ജനതയെ കൊണ്ടുപോയി. ഇതുപോലെ തന്നെ CPM ലീഗും തമ്മിലുള്ള അല്ലെങ്കിൽ UDF-ഉം തമ്മിലുള്ള ബാന്ധവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കേരളത്തിൽ നിന്ന് തന്നെ അവർ തുടച്ചു നീക്കപ്പെട്ടത് എന്ന് പറയുന്നവർക്ക് സംശയിച്ചാൽ അത് തെറ്റു പറയാൻ കഴിയുകയുമില്ല. മഞ്ചേശ്വരത്ത് ആകെ ഹിന്ദു വോട്ടുകൾ 77,000-ന് മുകളിലാണ്. അതിൽ 67,000-ഓളം വോട്ടുകൾ ഇപ്രാവശ്യം കെ സുരേന്ദ്രൻ ലഭിച്ചു. അതായത് ഹിന്ദു വോട്ടിൻ്റെ 90% അദ്ദേഹത്തിന് കിട്ടി. അങ്ങനെ ലഭിക്കുമെന്ന ഉറപ്പാണ് ഇവർ തമ്മിലുള്ള ബാന്ധവത്തിൻ്റെ പ്രധാന കാരണമായി ഞാൻ കാണുന്നത്. എന്തായാലും സുരേന്ദ്രൻ അവിടെ തോൽവി ഏറ്റുവാങ്ങി. ഫൈറ്റ് ചെയ്താണ് അദ്ദേഹം തോറ്റത്. തോറ്റാലും ഇവർ വെറുതെ വിടില്ല എന്നാണ് കാര്യം. സുരേന്ദ്രൻ്റെ ഫ്ലാക്സിന് വെച്ച ബോംബ് മഞ്ചേശ്വരത്തെ ജനങ്ങളുടെ നെഞ്ചത്തേക്ക് വെച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഒരുപക്ഷെ ജയിച്ചിരുന്നുവെങ്കിൽ ഈ ബാന്ധവം, ഈ ജിഹാദി കൂട്ടങ്ങൾ അദ്ദേഹത്തെ ബോംബെറിഞ്ഞ് കൊല്ലില്ല എന്താണ് ഉറപ്പ്? എന്തായാലും ഇതൊരു തുടക്കമാണെന്ന് എനിക്ക് തോന്നുന്നു. മഞ്ചേശ്വരത്ത് നാടൻ ബോംബ് പൊട്ടി. എന്നാൽ പോലീസിന് അത് കേൾക്കാൻ കഴിഞ്ഞില്ല, സൈബർ പോലീസിന് അത് കാണാനും കഴിഞ്ഞില്ല. ഒരു നാടൻ ബോംബ് വർഷത്തോടുകൂടി ഇതര രാഷ്ട്രീയക്കാർക്ക് അവരുടെ രാഷ്ട്രീയം ജനങ്ങളിലേക്ക് പറയാൻ കഴിയില്ല എന്നുള്ളൊരു ചോദ്യമാണ് ഇവിടെ നിൽക്കുന്നത്. ഇനി വരാൻ പോകുന്നത് UDF മന്ത്രിസഭയാണ്. ഇത്തരത്തിലുള്ള രാഷ്ട്രീയമാണ് അവർ മുന്നോക്കി വയ്ക്കുന്നതെങ്കിൽ ഉറപ്പായും കേരള ജനത അവരെയും തുടച്ചു നീക്കും.